ഗോൾഡൻ പ്രോപ്പർട്ടീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ എടപ്പള്ളി ലുലു മാളിൽ നിന്നും 5 കിലോമീറ്ററും ബസ് സ്റ്റോപ്പിലേക്ക് 400 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന നല്ലൊരു ആർക്കിടെക്ചറലായി നിർമ്മിച്ചിട്ടുള്ള മാന്യവിലയിൽ ലഭിക്കാവുന്ന ഒരു വീടിന്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് നിൽക്കുന്നത്. വീട് കാണുന്ന പോലെ നല്ലൊരു ബോക്സി ടൈപ്പിലാണ് എലിവേഷൻ. ഫ്രണ്ടിലായി ഗ്ലാഡിംഗ് ടൈലുകളും ടെക്സ്ചർ വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും എടപ്പള്ളി ലുലു മാളിലേക്ക് ജസ്റ്റ് 5 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. സ്കൂളുകളും കോളേജുകളും അമ്പലങ്ങളും പള്ളികളും എല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിൽക്കുന്നത്. 600 മീറ്റർ മാത്രമേ ഹോസ്പിറ്റലിലേക്കുള്ള ദൂരം വരുന്നുള്ളൂ. 5 മീറ്ററോളം വീതി വരുന്ന ഒരു പഞ്ചായത്ത് റോഡിന് മുന്നിലായാണ് ഈ വീട് നിൽക്കുന്നത്. മനോഹരമായ ടെക്സ്ചർ വർക്കുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ചുറ്റുമതിലും നിർമ്മിച്ചിട്ടിരിക്കുന്നത്. മനോഹരമായ വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് നിൽക്കുന്നത്. റെസിഡൻഷ്യൽ ഏരിയയിൽ കൂടാതെ ഫ്ലഡ് എഫക്റ്റിൻ്റെ ഒരു ഇഷ്യൂ ഇല്ലാത്തൊരു ഏരിയ കൂടിയാണ്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റാണ് വീടിൻ്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ളൊരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. കവേർഡോടുകൂടി വരുന്ന ഒരു കാർ പോർച്ച് ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കടപ്പാക്കല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തു തന്നെയാണ് വീട് നിർമ്മാണം. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളം കൂടാതെ പൈപ്പ് കണക്ഷനും ലഭ്യമാണ്. നേരെ കാണുന്ന ഈ ഒരു ഭാഗത്താണ് കിണർ സ്ഥിതി ചെയ്യുന്നത്. ഇത് വടക്ക് കിഴക്കേ മൂല തന്നെയാണ്. 100% വാസ്തുശാസ്ത്രപ്രകാരം തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഫ്രണ്ടിലേക്ക് തിരിച്ചു വരാം. വടക്ക് ഭാഗത്തേക്കാണ് ഡോറിൻ്റെയും വീടിൻ്റെയും സ്റ്റെപ്പിൻ്റെയും ഡയറക്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയും തേക്കുമാണ്. ഫ്രണ്ടിലെ ഡോർ തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്കാണ് പ്രവേശിക്കേണ്ടത്. സിംഗിൾ പാളിയോടുകൂടി വരുന്ന ഒരു ഡോർ തന്നെ നമുക്ക് കാണാം. ഡോർ തുറന്ന് നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹോളിലേക്കാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ലിവിംഗ് ഹോൾ തന്നെ ഇവിടെ ലഭ്യമാണ്. ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റുകളും എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഒരു സീലിംഗ് ഏരിയ നമുക്ക് കാണാം. ഗ്ലോസി ഫിനിഷിൽ വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. വാൾപേപ്പർ എല്ലാം ഒട്ടിച്ച് മനോഹരമാക്കിയാണ് ഈ ഒരു കാണുന്ന സ്പേസ് എല്ലാം ഭംഗിയാക്കിയിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാൾ ഏരിയയിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം നല്ല മനോഹരമായി തന്നെയാണ് നിർമ്മാണം. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ ഏരിയ ലഭിക്കുന്നുണ്ട്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കാണാം. കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ്. കിച്ചൺ കൂടാതെ കിച്ചണിനോട് ചേർന്ന് തന്നെ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് ലഭിക്കുന്നുണ്ട്. അത് വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഫുൾ കവേർഡോട് കൂടി വരുന്ന ഒരു വർക്ക് ഏരിയ ആണ്. അവിടെ കബോർഡ് വർക്ക് വരാനുണ്ട്. കൂടാതെ സിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. ഗ്രൗണ്ട് ഫ്ലോറിലായി ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഈ ബെഡ്റൂം ഏകദേശം ഒരു 130 സ്ക്വയർ ഫീറ്റ് ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. നേരെ കാണുന്ന ഈ ഒരു ഭിത്തിയിൽ വാൾപേപ്പർ എല്ലാം ഒട്ടിച്ച് മനോഹരമാക്കിയാണ് ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. സൊമാനി കമ്പനിയുടെ ബാത്റൂം ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. കൺസീലോടുകൂടി വരുന്ന ഫ്ലഷ് ടാങ്കും ക്ലോസറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെയർ കേസിന് താഴെയായി നിർമ്മിച്ചിട്ടുള്ള ഒരു ടേബിൾ ടോപ്പോടുകൂടി വരുന്ന ഒരു വാഷ് കൗണ്ടർ കാണാം. ബ്ലാക്ക് മാറ്റ് ഫിനിഷോടുകൂടി വരുന്ന ഒരു സിങ്കാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ജിയുടെ പൈപ്പും വുഡുമാണ് ഇവിടെ സ്റ്റെയർ കേസിനായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. നല്ലൊരു മോഡേൺ സ്റ്റൈലിലാണ് സ്റ്റെയർ കേസ് എല്ലാം നിർമ്മാണം. ഇനി നമുക്ക് നേരെ സ്റ്റെപ്പ് കയറി 1ാമത്തെ നിലയിലേക്ക് വരാം. നല്ല മനോഹരമായി തന്നെയാണ് സ്റ്റെയർ കേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നേരെ വരുന്നത് ചെറിയൊരു ഹോളിലേക്കാണ്. മുകളിലെ നിലയിൽ 2 ബെഡ്റൂമും ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയുമാണ് നമുക്ക് ലഭിക്കുക. ഈ ഒരു ചെറിയ സ്പേസിൽ നിന്നും നമുക്ക് ഈ കാണുന്ന മറ്റൊരു ചെറിയൊരു ഹോളിലേക്ക് വരാം. അവിടെ ഒരു TV യൂണിറ്റ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മുകളിലെ നിലയിലെ ബെഡ്റൂമുകളിലേക്കാണ് പോവേണ്ടത്. അത്യാവശ്യം നല്ല മനോഹരമായ വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് മുകളിലെ നിലയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്താണ് ഈ വീടിൻ്റെ ഒരു ബെഡ്റൂം വരുന്നത്. ഇത് ഏകദേശം ഒരു 130 സ്ക്വയർ ഫീറ്റിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇതിനും ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്താണ് ബാത്റൂം വരുന്നത്. വലിപ്പമുള്ളൊരു ബാത്റൂം തന്നെ ഇവിടെ ലഭ്യമാണ്. ഇനി നമുക്ക് വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. മാസ്റ്റർ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഏകദേശം 145 സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്ന വലിപ്പമാർന്ന ഒരു ബെഡ്റൂം തന്നെ ഇവിടെ കാണാം. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിനും കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല വിശാലമായ ഒരു ബെഡ്റൂം തന്നെയാണ്. ഇതിനും വലിപ്പമുള്ളൊരു ബാത്റൂമും ലഭ്യമാണ്. ഇവിടെയാണ് ആ ഒരു ബാത്റൂം വരുന്നത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുന്നായി വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ എടപ്പള്ളി ലുലു മാളിൽ നിന്നും 5 കിലോമീറ്റർ മാത്രം അകലെയായി സ്ഥിതി ചെയ്യുന്ന 3.150 സെന്റിൽ 1540 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 85 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. Thank you for watching this video. Thank you everyone.